ഹായ് ഹലോ വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ ആദിയ മിസ് വേൾഡ്. അഞ്ജു, നമുക്ക് വക്കേ പോയാലോ ചൂട്ടിടാൻ? പെട്ടെന്നുള്ള പ്ലാൻ ആയതുകൊണ്ട് അവൾ ചേട്ടത്തിയെ വിളിക്കും. ഒന്ന് കൺഫേം ചെയ്തേക്കാം, അവിടെ ഉണ്ടോന്ന് അറിയണ്ടേ. ചേട്ടത്തിയെ വിളിച്ച് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഞങ്ങളെ കൊണ്ടുപോകാനുള്ള ആളിങ്ങെത്തി. ഇതാണ് ഞങ്ങളുടെ വലിയ ചേച്ചി. അവളെ കണ്ട ഉടനെ തത്തു ചാടി കൈ കയറി. അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചൂണ്ടി കാണിക്കുന്നുണ്ട് പോകാന്നൊക്കെ. പുറകെ ആദ്യമോനും. രണ്ടുപേരും ഞങ്ങൾക്ക് ടാറ്റയൊക്കെ പറഞ്ഞ് പോകാൻ റെഡി ആയിട്ട് നിൽക്കുക. പോകാനുള്ള ഒരുക്കങ്ങളാണ് ഗൈസ്. ആദ്യമോനെ അഞ്ചുമ്മ പെട്ടെന്ന് കുളിപ്പിച്ചു. അത് കണ്ട് സഖി കെട്ട് പെങ്ങള് കിടന്ന് ഭയങ്കര ബഹളം. ആങ്ങളുടെ കുളി കഴിയാൻ നോക്കി നിൽക്കുമായിരുന്നു പെങ്ങള്. ആ നിപ്പ് കണ്ടാൽ പറയുമോ ഇത്രയും നേരം ഇവിടെ കിടന്ന് വഴക്കുണ്ടാക്കിയ കൊച്ചാന്ന്. വേറൊന്നിനുമല്ല ഈ വെള്ളത്തിൽ കളിക്കാൻ. ഈ ബേസിനകത്തിരുന്ന് വെള്ളത്തിൽ കളിക്കുന്നത് പുള്ളിക്കാരിക്ക് ഭയങ്കര ഇഷ്ടമുള്ള പരിപാടിയാണ്. കുളിയൊക്കെ കഴിഞ്ഞാൽ എന്നാൽ പിന്നെ ഒരു ഊണാവല്ലേ. അങ്ങനെ രണ്ടുപേരെ സ്നഗ്ഗിയൊക്കെ ഇടിച്ച് റെഡിയാക്കി. അമ്മയാണെങ്കിൽ കിഴങ്ങ് മെഴുക്കുരട്ടി മോരുമൊക്കെ കൂട്ടി രണ്ടുപേർക്കും ചോറ് കൊടുത്തു. ഇപ്പം തന്നെ സമയം ഉച്ചയായേ. അങ്ങനെ അമ്മച്ചിയോടും ടാറ്റായും ബൈബയൊക്കെ പറഞ്ഞ് ഞങ്ങൾ പതുക്കെ ഇറങ്ങി. ഇവിടുന്ന് കുറച്ച് നടക്കാനുണ്ടേ. ചെരുപ്പിട്ട് കഴിഞ്ഞാൽ പിന്നെ രണ്ടുപേരെയും കയ്യിലെടുക്കാൻ പറ്റത്തില്ല. അവർക്ക് ഇങ്ങനെ നടക്കണം. അങ്ങനെ ഞങ്ങൾ നടന്ന് ഞങ്ങളുടെ യാത്ര തുടങ്ങുവാണ് ഗൈസ്. അങ്ങനെ നടന്ന് വീടിനടുത്ത് എത്താറായി. ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ള കാഴ്ചകളെ ഞാൻ പറയുന്നതിനേക്കാളും നിങ്ങൾ കണ്ടറിയുന്നതായിരിക്കും ഒന്നും കൂടെ ഭംഗി. ഞങ്ങളുടെ ഈ നാടിനെ വൈറലാക്കിയ ഒരു അടിപൊളി സ്പോട്ട് ഇവിടെ ഉണ്ട്. അതിൻ്റെ വേറൊരു വ്യൂ നമുക്ക് ഇവിടെ നിന്ന് നല്ല അടിപൊളിയായിട്ട് കാണാം. നമുക്കൊന്ന് കാണാം. ഇതാണ് ഞങ്ങളുടെ ഭൂതക്കുഴി പാറ. ഞങ്ങളെ സ്വീകരിക്കാൻ ജിഷ മോന് നിൽപ്പുണ്ടായിരുന്നു. അവിടെ നിന്ന് പറയുന്നുണ്ട് പെട്ടെന്ന് കയറി വാ കൊച്ചുങ്ങളെ, പുളി വീഴുന്നുണ്ട്. ഞങ്ങൾ ആ നിന്ന സമയത്ത് ഒരു പുളി വീണു.
ഇവിടെ വന്നിട്ട് 3 വർഷമായെങ്കിലും ഈ കണ്ടവും ചാലും പാറയും പിന്നെ ഞങ്ങളുടെ തെക്ക് വശവും ഇവിടെയൊക്കെ എപ്പോൾ കണ്ടാലും ആദ്യമായിട്ട് കാണുന്ന ഒരു ഫീല് തന്നെ. എന്തോ ഒരു രസമാ. അങ്ങനെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഞങ്ങളെയും കാത്തൊരു അതിഥി അവിടെ ഇരിപ്പുണ്ടായിരുന്നു. അത് ഞങ്ങളുടെ മമ്മി. അങ്ങനെ മമ്മിയും ജിഷാമ്മയും ഞങ്ങളും കുഞ്ഞുങ്ങളും എല്ലാം ഇച്ചിരി നേരം വർത്താനമൊക്കെ പറഞ്ഞ് പിന്നെ വലിയ ചേച്ചിയും കൊച്ചു ചേച്ചിയും കൂടെ 2 പേരുമായിട്ട് ഇങ്ങനെ കളിക്കുമായിരുന്നു. അവരെ എടുത്തുകൊണ്ട് നടന്നും അവരെ നടത്തിച്ചും ഒക്കെ ഇങ്ങനെ ഇരിക്കുമായിരുന്നു. അങ്ങനെ അവസാനം വന്ന കാര്യത്തിലേക്ക് കടന്നു. വേറൊന്നുമല്ല, ചൂണ്ടയിടാൻ. അങ്ങനെ പതുക്കെ മമ്മിയെയും ജിഷാമ്മയൊക്കെ പൊക്കി ഞങ്ങളിങ്ങനെ വെളിയിലിറങ്ങി. അനുമോനാണ് അതിലെല്ലാം അങ്ങ് ഓടി നടക്കുമായിരുന്നു. പെണ്ണും ഒട്ടും പുറകോട്ടല്ല. അങ്ങനെ ഞാൻ കൊച്ചേച്ചിയുമായിട്ട് ചൂണ്ടയൊക്കെ എടുക്കാൻ പോയി. ഇവിടെ 1-2 ചൂണ്ടയൊക്കെ സെറ്റ് ചെയ്ത് വെച്ചേക്കുമായിരുന്നു അമ്മ. ഇത് ഞങ്ങളുടെ അച്ഛൻ്റെ ചേട്ടൻ്റെ വീടാണ്, ഞങ്ങളുടെ പേരപ്പൻ്റെ വീട്. മഴ സീസണൊക്കെ വന്നു കഴിയുമ്പം ഈ ചൂണ്ടയിടൽ ഇവിടുത്തെ ഒരു സ്ഥിരം പരിപാടിയാണ്. അതുകൊണ്ട് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ചേച്ചിപ്പെണ്ണ് ഇവിടെ കരുതി വെച്ചിരുന്നു. ഈ മീൻ പിടിക്കുന്ന കാര്യത്തിലെ ലെവള് പുലിയാണ്. സത്യമായിട്ട് അവൾക്കതൊരു നാക്കാണ്. സാധനം എല്ലാം സെറ്റാക്കി ചൂണ്ടയിടാൻ വേണ്ടി ഇറങ്ങിയതാണ്. അപ്പോൾ ഒരു കൺഫ്യൂഷൻ, ഇവിടെ നിന്ന് ചൂണ്ടയിട്ടാൽ മതിയോ അതോ അങ്ങ് അപ്പുറത്ത് തെക്ക് വശത്ത് പോകണോ? അങ്ങനെ കൺഫ്യൂഷൻ അടിച്ച് നിന്നപ്പോൾ ആ ചെറുത് പറഞ്ഞ്, ചിറ്റി എന്നാൽ തെക്ക് വശത്ത് പോകാടാകുമ്പോൾ ഇഷ്ടം പോലെ മീൻ അടിക്കുന്നു. എന്നാൽ പിന്നെ പോയേക്കാം. അങ്ങനെ ഞങ്ങൾ തെക്ക് വശത്തോട്ട് നടന്നു. ഇതാണ് ഗായ്സ് ഞങ്ങളുടെ തെക്ക് വശം. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നല്ലൊരു വ്യൂ ആട്ടോ. ആകാശവും പാടവും പിന്നെ ഇവിടെ നോക്കുമ്പോൾ നമ്മുടെ ഭൂതക്കുഴി പാറയും. ഞങ്ങൾ ചൂണ്ടയൊക്കെ ഇട്ട് സെറ്റായപ്പോൾ മമ്മി ആദ്യമോനും വലിയ ചേച്ചിപ്പെണ്ണും തത്തും എല്ലാം കൂടെ കണ്ടവൊക്കെ കണ്ട് ആസ്വദിച്ചിങ്ങനെ ഇരിക്കുമായിരുന്നു. പറഞ്ഞ പോലെ തന്നെ കൊച്ചേച്ചി ചൂണ്ടയിട്ടതും മീൻ കുരുങ്ങി. ആദ്യം തന്നെ കിട്ടിയത് കല്ലേമുട്ടിയാണ്. നിങ്ങളുടെ നാട്ടിൽ ഈ മീൻ എന്താ പേര് പറയുന്നത്? കമൻ്റ് ഇടാൻ മറക്കരുതേ. മീനെ പിടിച്ച് ബേസിനിലിട്ടപ്പോൾ കുഞ്ഞുങ്ങളുടെ മുഖത്ത് കൗതുകം ഒന്ന് കാണേണ്ടത് തന്നെയായിരുന്നു. അവരിങ്ങനെ പിടയ്ക്കുന്ന മീനെ ഒന്നും കണ്ടിട്ടില്ലല്ലോ. അവർക്ക് നല്ല ഇഷ്ടമായി. എന്നാൽ പിന്നെ നമുക്കും അങ്ങ് തുടങ്ങിയേക്കാം. ഒരു ചൂണ്ട എടുത്തുകൊണ്ട് ഞാനും പോയി. കുറച്ച് നേരമൊക്കെ നിന്ന്. കൊത്തുണ്ടായിരുന്നു, പക്ഷെ പൊടിമീനായിരുന്നു. ആദ്യമോനാണെങ്കിൽ വലിയച്ഛൻ്റെ കൈയും പിടിച്ച് അതിലെല്ലാം ഓടി നടക്കുമായിരുന്നു. അവളാണെങ്കിൽ കൂടെ കൂടെ നിൽക്കുന്നുമുണ്ട്. അങ്ങനെ കൊച്ചേച്ചിക്ക് അടുത്ത മീനെയും കിട്ടി. ഒരാൾ ജീവിതത്തിൽ ആദ്യമായിട്ട് ചൂണ്ടയിടാനാന്നും പറഞ്ഞ് നിൽപ്പുണ്ട്. വേറെ ആരുമല്ല, നമ്മുടെ അഞ്ചു തന്നെ.
ആദ്യമായിട്ടൊരു മീനെ പിടിച്ചതിൻ്റെ സന്തോഷമാണ് ഗൈസ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആദ്യമായിട്ട് മീനെ പിടിച്ചതിൻ്റെ സന്തോഷം അഞ്ചു നമ്മളോട് പങ്കുവയ്ക്കുന്നതായിരിക്കും ഗൈസ്. ഒന്നും പറയാനില്ല ഗൈസ്, എനിക്ക് ഭയങ്കര സന്തോഷമായി. ഞാൻ ആദ്യമായിട്ട് പിടിച്ച മീൻ പിടിച്ചേ. ഒരു മീനെ കിട്ടിക്കഴിഞ്ഞപ്പോൾ പിന്നെ സമാധാനമില്ല. എന്നാൽ റൂട്ടൊന്ന് മാറ്റി പിടിക്കാം, നേരെ അപ്പുറത്ത് പോയി. അടുത്ത മീനെയും കൊണ്ടുള്ള വരവായത്. ചൂണ്ടയും വിട്ട് മീനെയും പിടിച്ച് നിന്ന് സമയം പോയതറിഞ്ഞില്ല. പിന്നെ പതുക്കെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. 5 മണി 5:30 ആയി കാണും. കുഞ്ഞുങ്ങൾക്ക് നല്ല ഉറക്കവും വരുന്നുണ്ടായിരുന്നു. ദിശാമ്മയാണ് ഞങ്ങൾ പിടിച്ച മീനെയും കൊണ്ട് തലക്ക നടന്നുപോയി. ഇതൊന്നും വീഡിയോയ്ക്കകത്ത് ഇടല്ലേ എന്ന് പ്രത്യേകം പറയുന്നുണ്ടായിരുന്നു. ആ ചൂണ്ടയിടുന്നതാണ് ഗായ്സ് ഞങ്ങളുടെ വലിയ അണ്ണൻ. ഒരു 6:30 ആയപ്പോൾ പിന്നെ ഞങ്ങൾ പതുക്കെ ഇങ്ങനെ ഇറങ്ങി. കുഞ്ഞുങ്ങൾ 2 പേരും അപ്പത്തേനും ഒരു ഉറക്കമൊക്കെ കഴിഞ്ഞ് പതുക്കെ എണീറ്റ് കൊച്ചേച്ചിക്ക് ടാറ്റയൊക്കെ കൊടുത്ത് ഉമ്മയൊക്കെ കൊടുത്ത് വലിയേച്ചി ഞങ്ങളെ ഇങ്ങനെ വരെ കൊണ്ടുവിടാൻ വന്നു. അച്ഛനും ഉണ്ടായിരുന്നു കൂടെ. അങ്ങനെ അച്ഛനും വലിയേച്ചിയുമായിട്ട് ഞങ്ങൾ തിരിച്ചിങ്ങി പോകുന്നു. ഇതൊരു ഈവനിങ് ടൈമിൽ ഞങ്ങളുടെ പാടമാണ് കേട്ടോ. അങ്ങനെ വലിയേച്ചി അച്ഛനും ഞങ്ങളെ കൊണ്ട് വീട്ടിലൊക്കെ വിട്ട് അങ്ങനെ ജീവിതത്തിൽ ആദ്യമായിട്ട് 5 മീനെ പിടിച്ചു. 1, 2 ഒന്നല്ല 3 മീനെ പിടിച്ചു. അങ്ങനെ ഇന്നത്തെ ദിവസം നല്ല രസമായിരുന്നു. അങ്ങനത്തെ ഞങ്ങളുടെ ഒരു ഞായറാഴ്ച ഞങ്ങൾക്ക് കടന്നുപോയി. നിങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഞങ്ങളുടെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇവിടെ കൊണ്ട് അവസാനിക്കുന്നു. ബൈ.